പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച സുഹൃതം നിറഞ്ഞ സുന്ദരമായ ദിവസത്തിലാണ് നാം ഒക്കെയും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഇതുപോലെ സ്വർഗ്ഗലോകത്ത് പാപമുക്തരായി എത്തിപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. പള്ളിയുടെ ചുറ്റുഭാഗവും മറപെട്ട് കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ സ്വർഗ്ഗത്തെക്കുറിച്ചും സ്വർഗ്ഗത്തിലെ അരുവികളെക്കുറിച്ചും സഹാബാക്കളോട് വിവരിച്ചു കൊടുക്കുന്ന, വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സമയത്ത് സഹാബാക്കൾ പരിശുദ്ധ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ലിമൻ ഫീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിമൻ ഫീ യാ റസൂലല്ലാഹ്, ആർക്കാണ് നബിയെ അങ്ങ് പറഞ്ഞ അരുവികൾ ലഭിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, സ്വർഗ്ഗത്തിലെ ആ അരുവികളെ ഞങ്ങൾക്ക് ലഭിക്കണം, അതിന് ഞങ്ങൾ എന്തു ചെയ്യണം? ആരാണ് അതിന്റെ അർഹർ? എങ്ങനെയാണ് ആ സ്വർഗ്ഗത്തിലെ അരുവികൾ ലഭിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന് പരിശുദ്ധ പ്രവാചകരോട് ലിമൻ ഫീ യാ റസൂലല്ലാഹ് എന്ന് സഹാബാക്കൾ തിരിച്ചു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് ആളുകളെ പറഞ്ഞു കൊടുക്കുന്നതിൽ 4 ആളുകളെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുത്തുനബിയെ കണ്ട് സ്വർഗ്ഗം കണ്ട് സുന്ദരമായ സ്വർഗ്ഗത്തിലെത്തി ഇതുപോലെ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നതിലേറെ സൗന്ദര്യപൂർണമായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന നബി 4 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഒരാൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ അരുവിയും സ്വർഗ്ഗവും സമ്മാനിക്കുന്നതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കരിക്കുന്നവർക്കും, നോമ്പ് നോൽക്കുന്നവർക്കും, ഹജ്ജ് ചെയ്യുന്നവർക്കും, ഉംറ ചെയ്യുന്നവർക്കും, മറ്റു സദഖകളും ഹദിയകളും സകാത്തുകളും ഒക്കെ ചെയ്യുന്നവരെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ലിമൻ അത്വാബൽ കലാം എന്നാണ്. ലിമൻ ഒരുത്തനക്ക്, അത്വാബൽ കലാം ആരാണ് അയാൾ? അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ലിമൻ അത്വാബൽ കലാം, സൗന്ദര്യപൂർണമായ സംസാരം സംസാരിക്കുന്ന ആളാണ്. എന്താ സൗന്ദര്യപൂർണമായ സംസാരം? അത്വാബ്, ത്വയ്യിബ്, അത്വാബൽ കലാം, സുഗന്ധപൂരിതമായ സംസാരം. സുഗന്ധപൂരിതമായ സംസാരം സംസാരിക്കുന്ന ഒരു മനുഷ്യനിക്കാണ് അള്ളാഹുവിന്റെ സ്വർഗവും അരുവിയും ലഭിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിനോട് വീണ്ടും സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, എന്താണ് സുഗന്ധപൂരിതമായ സംസാരം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പ്രവാചകർ പറയുന്നു, സുഗന്ധപൂരിതമായ സംസാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അമലുകളെ പൊളിക്കാത്ത സംസാരമാണ് എന്ന് മുഹമ്മദുൽ മുസ്തഫ. ഒരു ജുമാ നിസ്കരിക്കുമ്പോ, സുബഹി നിസ്കരിക്കുമ്പോ, അല്ലെങ്കിൽ അവന്റെ നിസ്കാരങ്ങളെ പൊളിക്കാത്ത സംസാരങ്ങളാണ് സുഗന്ധപൂരിതമായ സംസാരം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെടുത്തുന്ന സഹാബാക്കൾക്ക് മനസ്സിലായി, അപ്പോൾ തന്റെ അമലുകളെ പൊളിക്കുന്ന സംസാരമുണ്ടല്ലോ. ഏതാണ് ആ സംസാര നബി എന്ന് ചോദിക്കുമ്പോ സഹാബാക്കളോട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത സംസാരമാണ്. മറ്റുള്ളവർക്ക് വിഷമം വരാത്ത, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത, അവരെ കുറിച്ച് മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചുകൊണ്ടുള്ള സംസാരമല്ലാത്ത റാഹത്തിലുള്ള സംസാരം. ആര് കേട്ടാലും ആ സംസാരം കേൾക്കുമ്പോൾ അവന് മനസ്സിനൊരു സമാധാനമാണ്. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാത്ത, മറ്റുള്ളവരെ കുറിച്ച് കേട്ടതോ കണ്ടതോ പറഞ്ഞു നടക്കാത്ത, അവന്റെ നാവിൽ നിന്ന് എന്ത് വരുമ്പോഴും അത് സൗന്ദര്യമുള്ള സംസാരമാണ്. ഞാൻ പറയുന്നു കൃത്യമായ ബോധത്തോടുകൂടെ. വളരെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ നിസ്കാരങ്ങളെ, നമ്മുടെ ഇബാദാത്തുകളെ, നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സംസാരങ്ങൾ നീങ്ങരുത്. അത് ഏത് രൂപത്തിലുള്ള സംസാരമാണെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ലാളിത്യത്തോടെ, സ്നേഹത്തോടെ, വിനയത്തോടെയുള്ള സംസാരമാവണം.
അതാരെക്കുറിച്ച് പറയുകയാണെങ്കിലും, അത് ചെറിയവനെ കുറിച്ചാണെങ്കിലും വലിയവനെ കുറിച്ചാണെങ്കിലും തന്റെ ഭാര്യയെ കുറിച്ചാണെങ്കിലും മാതാപിതാക്കളെ കുറിച്ചാണെങ്കിലും ആരെക്കുറിച്ചാണെങ്കിലും നമുക്ക് എല്ലാവരോടും നല്ല രൂപത്തിൽ സൂചിപ്പിക്കാം. എല്ലാ വിഷയങ്ങളും നല്ല രൂപത്തിൽ പറഞ്ഞു സൂചിപ്പിക്കുന്നതിലപ്പുറം അവർക്ക് വിഷമം വരാത്ത സൗന്ദര്യപൂർണമായ സംസാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. ഒരാളെ കുറിച്ച് മറ്റുള്ളവരോട് നമ്മുടെ അമലുകളൊക്കെ, ഞാനടക്കം നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്നതിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി സംസാരിക്കും നമ്മൾ. നമ്മുടെ ആ വാക്കുകൊണ്ട് പോലും ഒരു കാര്യം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാടുകളിൽ പലതും നടക്കും, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ ഒരാളുടെ കല്യാണം നടക്കും, അല്ലെങ്കിൽ മറ്റു പരിപാടികൾ നടക്കും. അതിനെക്കുറിച്ച് നമ്മൾ നാലാൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് എന്താ കാര്യം? അത് ആ മനുഷ്യനെടുത്തൊരു തെറ്റ് വരുമ്പോ, അല്ലെങ്കിൽ ഒരു തെറ്റിൽപ്പെട്ടു പോയ മനുഷ്യന്റെ സമീപത്ത് പോയി ആ ചെയ്യുന്നതിൽ മാറ്റം വരുത്തണേ എന്ന് സതുദ്ദേശത്തോടെ പറയുന്നതും അവനെ കുറിച്ച് നാട്ടിൽ നടുനീളെ പറഞ്ഞു നടക്കുന്നതും തമ്മിൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ആ മനുഷ്യർക്ക് ഗുണമില്ലെന്നാണ്. ഇപ്പൊ എക്സാമ്പിൾ എന്റെ ഒരു വിഷയം എന്ന് വെക്കുക, അങ്ങനെ ഉണ്ടായിട്ടല്ല. ഇപ്പൊ എന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതുപോലെ എന്നോട് വന്ന് സൂചിപ്പിക്കില്ല. നിങ്ങളും അങ്ങനെ പരസ്പരം മഹല്ല് കമ്മിറ്റിയോട്, മദ്രസ ഭാരവാഹികളോട്, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ആളുകളോട് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഈ സംസാരിക്കുന്നത് കൊണ്ട് എന്താണ്, അത് തെറ്റാണെങ്കിൽ അവർ തിരുത്തലാണെങ്കിൽ അവരുടെ സമീപത്ത് പോയി നല്ല രൂപത്തിൽ പറയാം, ഇങ്ങനെ ചെയ്യുന്നതിൽ ശരിയില്ലട്ടോ പറഞ്ഞു കൊടുക്കലേ നമ്മുടെ ആവശ്യമുള്ളൂ. അതിന് സതുദ്ദേശമാണെങ്കിൽ എല്ലാ അയാളെക്കുറിച്ച് പലവിടെയും പറഞ്ഞു നടക്കലാണ് ലക്ഷ്യമെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് തികച്ചും കുറ്റകരമാണ്, അവന്റെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നോക്കി ഞാൻ പറയുന്നത് കാര്യമായിട്ട് എടുക്കണം. സർവ്വസാധാരണ കേൾക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട്, ഒരു വിഷയമായിട്ട് ഇതിനെ കാണരുത്. ഇന്നർ റജുല ലയദ്നു മിനൽ ജന്ന. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് പറഞ്ഞതാരാ? കളവ് പറയാത്ത സുൽത്താനാണ്, മുഹമ്മദാണ്, മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തെറ്റുണ്ടാവണ്ടേ? നിങ്ങൾ നിസ്കരിച്ചോളി, നിസ്കാരത്തിന് കൂലിയുണ്ട്. നിങ്ങൾ ജുമാക്ക് വന്നോളി, ജുമാക്ക് ഇങ്ങനെ കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ച റസൂല് പഠിപ്പിച്ചത് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അതേ ഹബീബ് പറയാൻ, ഇന്ന റജുല ലയദ്നു മിനൽ ജന്നതി ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഖദ്റ റുംഇൻ ഫതകല്ലമ ഫതനാബഅദു മിൻഹാ. എന്തൊരു അർത്ഥവത്തായ ഹദീസാണ്, സഹീഹായ ഹദീസല്ലേ. ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് പോകും എങ്ങനെ? അയാൾ നിസ്കരിച്ച നിസ്കാരം കൊണ്ട്, നോമ്പ് നോറ്റ നോമ്പ് കൊണ്ട്, പള്ളിയിൽ പോയതുകൊണ്ട്, നാടുകൾക്ക് വേണ്ടി അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു, സദഖകൾ ചെയ്തു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ലയദ്നു മിനൽ ജന്ന ഹത്താ മാ യകൂന ബൈനഹു വ ബൈനഹാ ഖദ്റ റുംഹിൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. എനിക്കറിയാം ഒരു നേതാവിനെ കുറിച്ച് കുറ്റം പറഞ്ഞ ഒരു മഹല്ല് ഭാരവാഹിയെ കുറിച്ച്. ആ മഹല്ല് ഭാരവാഹി, ആ നേതാവ് കേരളത്തിൽ പോലുമല്ല രാഷ്ട്രീയപരമായി കുറ്റം പറഞ്ഞതാണ്. ആ മനുഷ്യനോട് പൊരുത്തപ്പെടിക്കാൻ അദ്ദേഹം അസുഖമായി കിടക്കുമ്പോ ഈ ഇങ്ങനെയുള്ള ഹദീസുകൾ കേട്ട് പേടിച്ച് കിലോമീറ്ററുകൾ താണ്ടി പ്രായം ചെന്ന കാലത്ത് പോയി, പടച്ചറപ്പേ എന്റെ ഖബർ എന്താകുമെന്ന് പേടിച്ച് ഒരു രാഷ്ട്രീയ നേതാവിന്റെ സമീപത്ത് പോയി അദ്ദേഹത്തിനോട് പൊരുത്തപ്പെടിച്ച സംഭവം കേരളക്കരയിലുള്ളതാ. ഈ മനുഷ്യനെല്ലാം ചെയ്തു അവസാനം സ്വർഗം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആഗ്രഹിക്കും. നമ്മൾ കഥ ആഗ്രഹിച്ചാണല്ലോ പള്ളിക്ക് വന്നത്. നമ്മൾ ആഗ്രഹം എന്താണ്? ഇതൊരു ചടങ്ങല്ല, ഇത് നാട്ടിലാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങളാരും നമ്മളാരും ഒരുമിച്ച് കൂടിയതല്ലോ. ഇവിടെ വന്ന് ഖുതുബയെ സാഹൂദം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഇമാമിന്റെ ബാക്കിൽ നിന്ന് ഫാത്തിഹ ഓതി, ഖുർആൻ ഓതി, വളരെ അർത്ഥവത്തായി നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കാക്ഷിക്കൽ എന്താണ്? സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് ഖദ്റ റുംഹിൻ, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഒരാൾ സ്വർഗത്തിന്റെ അടുത്തേക്ക് എത്തും, ഇനി അവൻ ആകെ വെക്കാൻ ഒരു കാൽപാദം മാത്രമേ ഉള്ളൂ. ഒരു കാൽ അങ്ങോട്ട് എടുത്തു വെച്ചാൽ അവന് സ്വർഗത്തിലാണ്. അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള സമയത്ത് പറയുന്നു, ഫതകല്ലമ ഫതനാബഅദു മിൻഹാ. ഇതാരാ പറഞ്ഞത്? മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോട് ഇതൊക്കെ പഠിപ്പിച്ചു തന്നതേ റസൂൽ. ഖദ്റ റുംഹിൻ, ഒരു കാൽപാദം വെക്കാനുള്ള മനുഷ്യന്റെ റെക്കോർഡുകൾ എടുത്തു നോക്കുമ്പോ അവൻ ആരെയോ കുറിച്ച് കുറ്റം പറഞ്ഞു പോയിട്ടുണ്ട്, അവൻ ആരെയോ കുറിച്ച് മോശമായി പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യന്റെ അടുത്ത് നേരിട്ട് പോയി ഉണർത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് അവന് പറയാതെ പോയി.
മറിച്ച് കുറ്റപ്പെടുത്തലുകളും ആക്ഷേപിക്കലുകളും മാത്രമായ ഒരു മനുഷ്യന്റെ ഫതകല്ലമ, ആ സംസാരം കൊണ്ട് ഫതനാബഅദ മിൻഹാ, അല്ലാഹു ആ സ്വർഗ്ഗത്തിൽ നിന്ന് അവനെ എത്രയോ വിദൂരത്തേക്കാക്കുമെന്ന് അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി. നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു വ്യക്തിയെ അളക്കാനോ അവന്റെ മോശത്തരങ്ങൾ പറയാനോ അവന്റെ കുറവുകൾ കാണിക്കാനോ ലോകത്ത് ആർക്കും അധികാരമില്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുവാരാണ്? അബൂജഹലാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും മതസംഘടനകളുടെ പേരിലാണെങ്കിലും കുറ്റപ്പെടുത്തലുകൾ അത് നരകത്തിലേക്ക് മാത്രമേ കാര്യമാവുകയുള്ളൂ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ അവനക്ക് അതിർവരമ്പുകളുണ്ട്. അതിനപ്പുറത്തേക്ക് അവൻ സഞ്ചരിക്കുമ്പോൾ അവൻ വളരെ ആലോചിക്കണം, വളരെ ചിന്തിക്കണം. നമുക്കൊരാളിൽ തെറ്റ് കണ്ടാൽ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, ഞാൻ മറ്റു ഇബാദാത്തുകളിൽ മുഴുകുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, നേതൃത്വം നൽകുന്നുണ്ട്. എന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ മഹലിന്റെ വിഷയത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവരോട് നേരെ പോയി സൂചിപ്പിക്കണം. ശരിയാവുന്നില്ലേ? അല്ലാഹു അലം റസൂൽ നമുക്കതല്ലേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഫീ വജ്ഹില്ലയാണ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇടപെടുക എന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏറ്റവും വലിയ ശത്രുവായ അബൂജഹൽ എന്ന് പറയുന്ന ശത്രുവിനോട് അല്ലാഹുവിന്റെ റസൂൽ വഫാത്താവുന്നത് വരെ അബൂജഹലിന്റെ മനസ്സിന് വിഷമം തോന്നുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, 10 കൊല്ലം നബിയുടെ കൂടെ ഞാൻ ജീവിച്ചു. ഒരു നിലക്ക് പോലും എന്റെ മനസ്സിനോ ആരുടെയെങ്കിലും മനസ്സിനോ വിഷമിക്കുന്ന ഒരു വിഷമവും അല്ലാഹുവിന്റെ റസൂല് എന്തുണ്ടായിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഒരാൾക്കൊരു നന്മയുണ്ടാകുമ്പോ 10 രൂപ കൊടുക്കുമ്പോ അള്ളാന്റെ ഹബീബിന്റെ ഭാഗത്തുനിന്ന് ഇടപെട്ടിട്ട് എന്തിനാണ് അയാൾ ഒരു ചൂതന് പോലും 10 രൂപ അധികം കിട്ടുന്നതിൽ വിഷമിക്കാത്ത മനുഷ്യനാണ് മുഹമ്മദുൽ മുസ്തഫ. ഒരാൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് നന്മയുണ്ടാകുമ്പോ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ പേരാണ് മുഅ്മിൻ. അല്ലാതെ പള്ളിയിൽ ജുമുഅക്ക് വന്ന മനുഷ്യന്റെ പേരല്ല മുഅ്മിൻ. 5 വഖത്തിന് പള്ളിയിൽ കൂടിയവന്റെ പേരല്ല മുഅ്മിൻ. അതൊരു മുഅ്മിനിന്റെ അടയാളം മാത്രമാണ്. ഒരു മുഅ്മിനിന്റെ പരിപൂർണമായ അവസ്ഥയിലെത്തുന്നത് ലിമൻ അതാബൽ കലാം എന്ന് മുഹമ്മദുൽ മുസ്തഫ. നമ്മൾ വിചാരിച്ചത് അങ്ങനെയാണ്. ഒരുപാട് ഹജ്ജ് ചെയ്താൽ, ഉംറ ചെയ്താൽ, മറ്റു കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടാൽ, ഇബാദാത്തുകൾ ചെയ്താൽ എന്റെ വാക്കുകളല്ലല്ലോ, എന്നെ പഠിപ്പിച്ചത് എന്റെ ഉസ്താദുമാർ, അത് പഠിപ്പിച്ചത് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരു കോവർ കഴുതയുടെ സമീപത്തുകൂടെ അംർ ഇബ്നുൽ ആസ് തങ്ങൾ പോകുമ്പോൾ പറയുന്നുണ്ട്, കോവർ കഴുതയെ നോക്കിയിട്ട് ചത്ത് ചീഞ്ചലമൊലിച്ചു ദുർഗന്ധം വമിക്കുന്ന കഴുതയുടെ സമീപത്ത് നിന്നുകൊണ്ട് ഒരു മനുഷ്യന് മറ്റുള്ളവരെ പരിഹസിക്കലാണ് ലക്ഷ്യമെങ്കിൽ അങ്ങാടിത്തലക്കൽ, പീടികയിൽ, മറ്റു സ്ഥലങ്ങളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, ഓട്ടോ സ്റ്റാൻഡുകളിൽ, മറ്റു കടകളിൽ, എവിടെയാവട്ടെ, അല്ലെങ്കിൽ പള്ളിയുടെ വരാന്തകളിൽ, പള്ളിയുടെ മുറ്റങ്ങളിൽ, ഗ്രൗണ്ടുകളിൽ ഒരു മനുഷ്യന് ഖൈർ മറ്റുള്ളവനെ പരിഹസിക്കലും മറ്റുള്ളവനെ കുറ്റം പറയലും മറ്റുള്ളവന്റെ രഹസ്യങ്ങൾ അന്വേഷിച്ച് അവനെ തരം താഴ്ത്തുന്നതുമാണ് ഖൈറെങ്കിൽ ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഈ കഴുത എന്ന് ഈ ചത്ത് ചവമായി കിടക്കുന്ന കഴുതയെ ഭക്ഷിക്കട്ടെ. അതാണ് അവർ ആ മനുഷ്യനെ പരിഹസിക്കുന്നതിനേക്കാൾ ഖൈറെന്ന് പഠിപ്പിച്ച അംർ ഇബ്നുൽ ആസ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഹാത്തിമുൽ അസം എന്ന് പറയുന്ന മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ മരിക്കുന്നത് വരെ ആഗ്രഹിച്ചത് എന്റെ നാവ് കൊണ്ട് ഒരാൾ പോലും വേദനിക്കാൻ പാടില്ല. എന്റെ ഇടപെടൽ കൊണ്ട്, എന്റെ സംസാരം കൊണ്ട് ഒരാളും വേദനിക്കാൻ പാടില്ല. എന്റെ ഇടപെടൽ കൊണ്ടോ സംസാരം കൊണ്ടോ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരാൾ വേദനിക്കുകയാണെങ്കിൽ അതെനിക്ക് എന്റെ ആഖിബത്ത് മോശമായി പോകുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ഒരു ഹാത്തിമുൽ അസം എന്ന് പറയുന്ന മഹാനവറുകൾ, അവരുടെ ഇടപെടൽ അങ്ങനെയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹിന്റെ ചരിത്രം നമ്മൾ കുറെ കേട്ടവരല്ലേ. എവിടെയെങ്കിലും ഒരു യുദ്ധത്തിൽ പോലും തന്റെ അംശത്തിൽ ഖറാർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട എളാപ്പയെ കൊന്നപ്പോഴും പരിശുദ്ധ റസൂൽ ഒന്ന് മുഖം തിരിച്ചു എന്നല്ലാതെ ഫുദാല വന്ന അവസാനമായി റസൂലുള്ളാഹിന്റെ മുമ്പിൽ കത്തിയെടുത്തു കുത്താൻ നിന്ന് കത്തി വീണു പോയപ്പോഴും ആ നെഞ്ചത്ത് തട്ടികിട്ടി പറഞ്ഞു, ഓട് ഫുദാല, സഹാബാക്കൾ കണ്ടാൽ നിന്നെ ചിലപ്പോൾ കൊന്നുകളയും, ഓട് ഫുദാല എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂലിന്റെ സമീപനമാണ് ഉമ്മത്ത് വഹിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിൽ,
നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. നമ്മളൊരു വാക്ക് പറയുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ. അതുകൊണ്ട് ആഖിബത്ത് മോശമാവുന്ന വിഷയങ്ങളാണ്. ഒരുപാട് നീണ്ട ചരിത്രങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. സാന്ദർഭികമായി ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു മനുഷ്യന് ഉന്നതമായ പദവി നൽകും. ഈ അടുത്ത് ഈ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ എന്റെ ചെവിയിൽ കേട്ടതിൽ ഏറ്റവും എനിക്ക് സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് എന്റെ അഭിവന്ദ്യരായ ഉസ്താദ് ശൈഖുനാ ഉസ്താദ് അവറുകൾ കൊടങ്ങാട് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് എന്റെ ചെവിയിൽ കേട്ട ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്ത. ഇവിടെ വന്നിരുന്നു ഉസ്താദ് അവറുകൾ. അൽഹംദുലില്ലാഹ്, പറയാതെ നിർവാഹമില്ല. ഈ വിഷയം പറഞ്ഞപ്പോ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ഉന്നതമായ പദവി, ഏറ്റവും ഉന്നതമായ പദവി, ആ മുശാവറയിലെത്തിയ അഭിവന്ദനായ ഉസ്താദിന്റെ ജീവിത ശൈലി അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള തൗഫീഖ് നൽകട്ടെ. വാക്കുകളിൽ, ഇടപെടലുകളിൽ, മറ്റുള്ള സംസാരങ്ങളിൽ ഒരാളെപ്പോലും വേദനിപ്പിക്കാത്ത സംസാരം, ഒരാളെപ്പോലും മറ്റുള്ള രൂപത്തിൽ ദേഷ്യം വരാത്ത സംസാരം. എല്ലാ വിഷയത്തിലും ഉസ്താദിനാകെ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്യം എപ്പോഴും പറയും, എനിക്ക് ദർസ് നടത്തണം, എനിക്ക് ദർസ് നടത്തണം, എനിക്ക് കുട്ടികളെ പഠിപ്പിക്കണം, എനിക്ക് റാഹത്തായി ജീവിക്കണം. ഞാൻ ഈ നിലക്കൊക്കെ എത്തിയത് ദർസ് കൊണ്ടാണ്. ഇതിനൊന്നും ഞാൻ അർഹനല്ല, എന്നിട്ടും ഞാൻ എത്തിയത് ദർസ് കൊണ്ടാണ്. ഉസ്താദുമാരോട് അങ്ങേയറ്റത്തെ സ്നേഹം, ബഹുമാനം, ആദരവ്. ആ നാടിനെ കുറിച്ച് പറയും, കൊടങ്ങാട് ഒരു മുബാറക്കായ നാടാണ്. അങ്ങനെ ഒരുപാട് നല്ല മനീഷികളാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത്. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ആയുസ് കൊടുക്കട്ടെ. നല്ലത് പറയുമ്പോ, നല്ലത് ചെയ്യുമ്പോ അല്ലാഹു നമ്മളെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കും. അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഉന്നതമായ സ്ഥാനങ്ങൾ, നമുക്ക് തരുന്ന ഇസ്സത്തുകൾ, നമുക്ക് തരുന്ന റിഫഅത്തുകൾ, അതുകൊണ്ട് അല്ലാഹു പരാജയത്തിൽപ്പെടുത്തും. ചിലപ്പോൾ നമ്മൾ വലിയ ഖതീബാവും, മഹല്ലിന്റെ സെക്രട്ടറി ആവും, മഹല്ലിന്റെ പ്രസിഡന്റ് ആവും, ട്രഷറർ ആവും. പക്ഷേ ഈ തന്ന സ്ഥാനം സത്യത്തിൽ ചിലപ്പോൾ നരകം മേടിക്കാനാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് സ്വർഗ്ഗത്തിൽ എത്തിക്കാനുള്ള ഒരവസരം അല്ലാഹു തന്നിട്ട് നരകം മേടിക്കാനുള്ള അവസരമാക്കി നമ്മൾ മാറ്റരുത്. അതുകൊണ്ട്